ജസ്റ്റിസ് കമാൽ പാഷ കൂടി നമ്മളോടൊപ്പം ജസ്റ്റിസ് കമാൽ പാഷ, ഇതിപ്പോ സമസ്ത മെക്സവനെ തന്നെ ലക്ഷ്യമിട്ട് എന്ന് കരുതി അതിനെ സ്വീകരിക്കുകയാണോ വേണ്ടത്? കാരണം ആ സമസ്ത ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം വിഭാഗത്തിന് അവരുടെ മതപരമായ കാര്യങ്ങളിൽ ഗൈഡൻസ് നൽകാൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക്, ഒരു സംഘടന എന്ന നിലയ്ക്ക് കാണുന്നത് കൊണ്ട് മറ്റ് ഇടങ്ങളിലേക്ക് കൂടി അത്തരം ഡയറക്ഷൻസ് ഏറ്റെടുക്കുമോ? അതെ, സമസ്ത പറയുന്നത് മുസ്ലിമീങ്ങളോടാണ്, സുന്നത്യമായത്തിന്റെ പ്രാസ്ഥാനിക പ്രവർത്തകരോടാണ്, ഇസ്ലാമിനെ അംഗീകരിക്കുന്ന യാഥാസ്ഥിക മുസ്ലിമുകളോടാണ് ഈ പറയുന്നത്. അല്ലാത്തവർക്ക് ഇതിൽ ആശങ്ക വേണ്ടല്ലോ, അതല്ലേ കൃത്യമായി പറഞ്ഞു. ബാക്കി പറയട്ടെ. സമസ്ത അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ടോ? ഈ സമസ്ത എന്നും പറയുന്ന ഇതുപോലുള്ള സംഘടനകളൊന്നും എല്ലാ മുസ്ലിങ്ങളുടെയും വക്കാലത്തൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നിങ്ങളെയും ഒരു മുസ്ലിമീങ്ങളെയും വക്കാലത്ത് ഏൽപ്പിച്ചിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ജസ്റ്റിസ് ആയിരുന്നു, അത് അംഗീകരിക്കുന്ന ബഹുമാനം നിലനിർത്തി പറയാണ്. ഇവിടെ ഒരു മുസ്ലിമിന്റെയും വക്കാലത്ത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. കുറെയെങ്കിലൊക്കെ വക്കാലത്ത് പറയാൻ അവകാശമുള്ളത് അത് ഖാദർ ഉസ്താനായിരിക്കും. കാരണം ഒരു വലിയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ്, അതിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. അവർ ഈ സമുദായത്തിന് വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ, വിദ്യാഭ്യാസപരമായ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയവരാണ്. ഇവിടെ പലരും ഫത്വ കമ്മിറ്റി ചെയർമാൻ ആകുന്നത് ഈ അടുത്ത കാലത്താണ്. ഇപ്പൊ പല ജസ്റ്റിസുമാരുവേ ഈ ഇസ്ലാമിക ഫത്വ കമ്മിറ്റി ചെയർമാനായി ഇസ്ലാമിന്റെ ശബ്ദമായി മാറുന്നത് അവരൊക്കെ റിട്ടയർഡ് ആയതിനു ശേഷമാണ്. അതുവരെ പല ഇസ്ലാം വിരുദ്ധത പറഞ്ഞ ആളുകളാണ്. അവർക്ക് ഇപ്പൊ ഇസ്ലാമിന്റെ വലിയ മുഖമായിട്ട് വന്നിരിക്കുകയാണ്, വേദിയും സ്റ്റേജൊക്കെ കിട്ടിയപ്പോഴേ. അപ്പൊ അവരൊക്കെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സമസ്തക്കും കാന്തവനും ഇപ്പോൾ മുസ്ലിംകാർക്കൊക്കെ ഇവിടെ മുസ്ലിമീങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ പറയാൻ അവകാശമുള്ളത് അവർക്ക് തന്നെയാണ്. കാരണം സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തവരാണ്. ഇവിടെ ചില ആളുകൾ അവരുടെ തൊഴിൽ കൊണ്ട്, അവരുടെ വരുമാനം കൊണ്ട്, അവരുടെ ജീവിത വ്യവഹാരം കൊണ്ട് സ്വന്തം കുടുംബം അവരെ ഊട്ടിയെന്നല്ലാതെ സമുദായത്തിന് വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആരെ പഠിപ്പിച്ചു, ആരെ നന്നാക്കി, ആർക്ക് ജീവിതം കരുപിടിപ്പിച്ചു കൊടുത്തു? ഇവിടെ ഈ 90 വയസ്സുള്ള താടി നിരച്ച ആ വയോവൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കിയെന്നേ. ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്തായി പോകുമെന്നറിയാൻ വയ്യാത്ത ഇരുട്ടിൽ ജീവിച്ച മനുഷ്യർക്ക് അവിടെ ഡോക്ടർമാരായവരുണ്ട്, എഞ്ചിനീയർമാരായവരുണ്ട്, ലക്ഷക്കണക്കിന് ശമ്പളം വിദേശത്തും സ്വദേശത്തും മേടിക്കുന്നവരുണ്ട്. അവർക്ക് ഇനി അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ ആശങ്കപ്പെട്ട് ഇന്ന മനുഷ്യർ, അവരൊക്കെ ഇപ്പൊ വലിയ നിലയിലെത്തിയെന്നേ. അത് ഈ വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടാണ്, ഈ യാഥാസ്ഥികൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ മനുഷ്യന്റെ കഴിവുകൊണ്ടാണ്. എന്നാൽ തിരിച്ചു ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്കൊക്കെ പറയാനുണ്ടാകുക? എന്ത് ചെയ്തു സമുദായത്തിന് വേണ്ടി? സ്വന്തം കുടുംബം കരുപിടിപ്പിച്ചു എന്നുള്ളതല്ലാതെ സമുദായത്തിന് എന്ത് നേട്ടമാണ്? ഒരു മുട്ടുസൂചിയുടെ നേട്ടമുണ്ടെങ്കിൽ ഒന്ന് പറയുന്നത് കേൾക്കട്ടെ. എന്നിട്ട് സമസ്തക്ക് ഇവിടെ ആരെയും വക്കാലത്ത് പറയാൻ അഭിപ്രായമില്ലെന്ന്, എന്തെങ്കിലും അഭിപ്രായം പറയാൻ ഉണ്ട് എങ്കിൽ സമസ്തക്കേ ഉള്ളൂ. ബഹുമാനപ്പെട്ട AP സ്ഥാനം മറ്റു പ്രസ്ഥാനങ്ങൾക്കുള്ളൂ, സുന്നത്തമായതിന്റെ പ്രസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ അവകാശമില്ല. അതാദ്യം ഞാൻ പറയുന്നത്. അപ്പൊ അത് അങ്ങനെയൊന്നും ഇല്ല, കാര്യമില്ല. അതിനകത്തൊക്കെ കുറെ കടൽക്കഴവന്മാര് കുറെ ഇരുന്നുകൊണ്ട് കുറെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയും. അവരൊന്നും ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ചോ ഇന്നത്തെ കാലത്തെക്കുറിച്ചോ ചിന്തിച്ചിട്ടല്ല ഇതൊന്നും പറയുന്നത്. അതേ കടൽക്കഴവന്മാര് തന്നെയാണെന്ന്, വൃദ്ധന്മാര് തന്നെയാണ്, യാഥാസ്ഥികരെ തന്നെ